കനത്ത ചൂടിൽ നാട് വെന്തുരുകുമ്പോൾ തണുത്ത വെള്ളത്തിൽ നീന്തിക്കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയിലേക്ക് വണ്ടി കയറിക്കോളൂ. മുങ്ങിക്കുളിക്കാൻ പറ്റിയ ഒരിടമുണ്ട് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ. നിരവധി പേരാണ് ഇവിടെ മനസ്സും ശരീരവും തണുപ്പിക്കാനായി എത്തുന്നത്. ഇപ്പോഴത്തെ കൊടും ചൂടിൽ ഇങ്ങനെയൊരു കുളി ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? പത്തനംതിട്ട വടശ്ശേരിക്കരയ്ക്ക് സമീപമാണ് ഈ മനോഹരമായ തണുത്ത വെള്ളമുള്ള ഒരു ഇടം ഉള്ളത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ അക്ഡേറ്റിന് സമീപമാണ് ഈ ഇടം. മണിയാർ ബാരേജിൽ നിന്നും കനാലിലൂടെ ഒഴുക്കിവിടുന്ന വെള്ളമാണിത്. കനാലിൽ നിന്നും വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് ഇവിടെ നീന്തി കുളിക്കാനായി എത്തുന്നത്. ഇവിടെ വരുമ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത് ചൂടും കൊണ്ട് നമുക്ക് ശരീരത്തിന് തന്നെ ഭയങ്കര വിഷയവും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ തണുപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാര്യങ്ങളും ഡെയിലി വരാറുണ്ട്. മണിയാർ ബാരേജിലെ വെള്ളമായതിനാൽ നല്ല തണുപ്പാണ്. 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ തണുത്തു വിറയ്ക്കും. ഇവിടെ വരുമ്പോൾ നല്ലതാണെങ്കിൽ തണുപ്പ്, ഇവിടെ ഇറങ്ങുമ്പോഴാണെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ ഈ കിടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. കറണ്ട് കിട്ടുന്നില്ല, ഫാൻ ഉണ്ടാക്കി തന്നെ നമുക്കാണെങ്കിൽ കഠിനമായ ചൂടും. പിന്നെ അതിന് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള വെള്ളം ഉള്ളതുകൊണ്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ രാത്രി ഒന്ന് കുളിച്ചിട്ടാണ് വീട്ടിൽ പോകാറുള്ളത്. ആഴം കുറവാണിവിടെ. നീന്തൽ അറിയാത്തവർക്കും സുരക്ഷിതമായി ഇറങ്ങി കുളിക്കാം. കൊച്ചുകുട്ടികൾ വരെ ഇവിടെ ഇറങ്ങാറുണ്ട്. ഇവിടെ ആഴമൊന്നുമില്ല, നീന്തി കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെ. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. കടുത്ത വേനലിൽ കൃഷി ബാരേജിൽ നിന്നും കനാലിലൂടെ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃഷിക്കാർക്കും ഈ വെള്ളം അനുഗ്രഹമാണ്. മണിക്കൂറുകളോളം വെള്ളത്തിൽ നീന്തി തുടിച്ചാണ് യുവാക്കളുടെ മടക്കം. ഇപ്പോഴത്തെ കൊടും ചൂടിൽ അല്പം തണുപ്പ് ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിലെ ഈ ഒരു സ്ഥലം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.